തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. വൃഷഭാദ്രിപുരം എന്ന് പ്രാചീന നാമം. കേരളത്തിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫുഡ് പ്ലാസ. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് 1958 ആരംഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യ എലിഫന്റ് ഹോസ്പിറ്റൽ തൃശൂരിൽ സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂർ. കേരളത്തിൽ യഹൂദരുടെ ആദ്യ സങ്കേതം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദ്. EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം കൊടകര. ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ. കേരളത്തിലെ ആദ്യത്തെ അന്ധവിദ്യാലയം സ്ഥാപിതമായ സ്ഥലമാണ് കുന്തംകുളം. സ്ഥാപകൻ KT മാത്യു. 1948 കൊച്ചി സർവകലാശാല ഏറ്റെടുത്തു. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പച്ചമലയാളം എന്ന സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി നല്ല ഭാഷ. തേർഡ് ജെൻഡർ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ ജയിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര. ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ. ഞാൻ കണ്ട തൃശൂർ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956. ചെയർമാൻ KM പണിക്കർ. സംഗീത നാടക അക്കാദമി 1958 നിലവിൽ വന്നു. ലളിതകലാ അക്കാദമി 1968 നിലവിൽ വന്നു. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി. ആദ്യ ചെയർമാൻ വള്ളത്തോൾ. 1930 പ്രവർത്തനം തുടങ്ങി. 1957 സർക്കാർ ഏറ്റെടുത്തു. കേരള കലാമണ്ഡലം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് കേരള ആർട്സ് അക്കാദമി. 1962 മുതൽ കേരള കലാമണ്ഡലമായി മാറി. മുളങ്കുന്നത്തുകാവ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം. 1990 പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ ഇൻസ്റ്റിറ്റ്യൂട്ട്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനവും മുളങ്കുന്നത്തുകാവാണ്. മണ്ണുത്തി 1971 നിലവിൽ വന്ന കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ എലിഫന്റ് ഹോസ്പിറ്റൽ. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ്. മാടക്കത്തറ കേരള കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറയിലാണ്. പീച്ചി കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമി. അരണാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നു. ഇരിങ്ങാലക്കുട കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയമസഭാ മണ്ഡലം. ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. അയ്യന്തോൾ അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. ചെമ്പൂക്കാവ് ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. കൊടകര 2008 EMS ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ച സ്ഥലം. ഒല്ലൂർ ചിന്നറോം എന്ന് വിശേഷിപ്പിക്കുന്നു. വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നു. മുല്ലക്കര കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം. തളിക്കുളം കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം. കാട്ടൂർ 2014 നവംബർ 23 കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച ഏവു പ്രാസ്യാമ്മയുടെ ജന്മസ്ഥലം. രാപ്പാൾ മഠം C. അച്യുതമേനോന്റെ ജന്മസ്ഥലം. പുന്നയൂർ കുളം ബാലാമണിയമ്മ, മാധവിക്കുട്ടി എന്നിവരുടെ ജന്മസ്ഥലം. പുന്നത്തൂർ കോട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ ആനക്കൊട്ടിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം. കണ്ടശ്ശാം കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം. ഗുരുവായൂർ ദ്വാരക ദക്ഷിണ ദ്വാരക എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ്.
കൊടുങ്ങല്ലൂർ. പഴയ പേരുകൾ മഹോദയപുരം, മുജിരി, മുജിരിക്കോട്, വാഞ്ചി, അശ്മകം, മുസിരിസ്. ചേര രാജാക്കന്മാരുടെ സംരക്ഷണയിൽ ഒരു ഗോള നിരീക്ഷണശാല ആരംഭിച്ച സ്ഥലം. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ പഴയ പേര് മുസിരിസ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയം ചേരമാൻ ജമാ മസ്ജിദ്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായിയായിരുന്ന മാലിക് ബിൻ ദിനാർ വന്നിറങ്ങിയ സ്ഥലം. AD 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നിറങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണം. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സെന്റ് തോമസ് ചർച്ച്. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കത്തോടെ പ്രാധാന്യം നഷ്ടപ്പെട്ട തുറമുഖം. കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങ് കാവു തീണ്ടൽ. തൃപ്രയാർ. ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് മീനൂട്ട്. വടക്കുംനാഥ ക്ഷേത്രം. തൃശൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ആകാശത്തിലെ പൂരം എന്നാണ് തൃശൂർ പൂരം അറിയപ്പെടുന്നത്. ശക്തൻ തമ്പുരാന്റെ കാലത്താണ് തൃശൂർ പൂരം ആരംഭിച്ചത്. കൂടൽമാണിക്യം. കേരളത്തിലെ ഏക ഭരതക്ഷേത്രം. കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. കേരളത്തിലെ ഏക ഡയമണ്ട് ഫാക്ടറി പോണാർ. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ ഉത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന പൂരം ആറാട്ടുപുഴ പൂരം. പ്രസിദ്ധമായ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്ന ആരാധനാലയം തിരുവില്ലോമല. കടവല്ലൂർ അന്യോന്യം നടക്കുന്ന ക്ഷേത്രമാണ് ശ്രീരാമക്ഷേത്രം. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമാണ് പുത്തൻപള്ളി. എൻ്റെ നാട്ടിലെ പ്രമുഖർ. കലാമണ്ഡലം ഹൈദരലി. കഥകളി സംഗീതത്തിലെ രാജകുമാരൻ. രചനകൾ മഞ്ചീരം, ഓർത്താൽ വിസ്മയം. MK മേനോൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ നോവലായ അവകാശികളുടെ കർത്താവ്. തൂലികാനാമം വിലാസിനി. കൃതികൾ നിറമുള്ള നിഴലുകൾ, ഇണങ്ങാത്ത കണ്ണികൾ. ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു. കൃതികൾ പാറപ്പുറത്ത് വിതച്ച വിത്തുകൾ, കാലത്തിന്റെ കണ്ണാടി, കൊന്തയിൽ നിന്നും കുരിശിലേക്ക്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നു. മഹാഭാരതത്തെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തു. ബാലാമണിയമ്മ. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി. ആദ്യ കവിതാ സമാഹാരം കൂപ്പുകൈ. കൃതികൾ മുത്തശ്ശി, നിവേദ്യം, മഴുവിൻ്റെ കഥ. മാധവിക്കുട്ടി. പുന്നയൂർകുളത്തെ നീർമാതളം എന്ന് വിശേഷിപ്പിക്കുന്നു. ആത്മകഥ മൈ സ്റ്റോറി. മറ്റ് കൃതികൾ നീർമാതളം പൂത്ത കാലം, സമ്മർ ഇൻ കൽക്കത്ത, ബാല്യകാല സ്മരണകൾ, തണുപ്പ്, ചന്ദനമരങ്ങൾ. M ലീലാവതി. മാതൃഭൂമി പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. K രാധാകൃഷ്ണൻ. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ PSSC ഡയറക്ടർ. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാനുമായിരുന്നു K രാധാകൃഷ്ണൻ. എങ്ങണ്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. പീച്ചി അണക്കെട്ട് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത കൊച്ചി പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ. അശ്മകത്ത് ജനിച്ച പ്രശസ്ത ഗണിത ജ്യോതിഷ പണ്ഡിതനാണ് ആര്യഭടൻ. കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലോർ വട്ടം. കോട്ടയിൽ കോവിലകം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നത് വില്ലോർ വട്ടം. തമിഴ് കൃതികളിൽ മുജിര എന്ന് പരാമർശിക്കുന്നത് മുസിരിസ്. തൃശ്ശൂരിലെ പ്രമുഖ നദികളാണ് ചാലക്കുടി പുഴ, കേച്ചേരി പുഴ, കരുവന്നൂർ പുഴ. പ്രധാന വെള്ളച്ചാട്ടങ്ങൾ പെരിങ്ങൽകുത്ത്, ആതിരപ്പള്ളി, വാഴച്ചാൽ. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. ചാലക്കുടിയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഷോളയാർ, പെരിങ്ങൽകുത്ത്. പീച്ചി, വാഴാനി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന പുഴ കേച്ചേരി പുഴ. ആലവട്ട നിർമ്മാണത്തിന് പ്രശസ്തമായ സ്ഥലം കണിമംഗലം. തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. ഭരണകാലം 1790 മുതൽ 1805 വരെ. യഥാർത്ഥ പേര് രാജ രാമവർമ്മ. തൃശൂർ പൂരം ആരംഭിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം. എൻ്റെ നാട്ടിലെ സമരങ്ങൾ. ഗുരുവായൂർ സത്യാഗ്രഹം 1931. സെക്രട്ടറി K കേളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ. യാചനയാത്ര 1931. നേതൃത്വം VT ഭട്ടതിരിപ്പാട്. ലക്ഷ്യം ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നീണ്ടുനിന്നു.
വൈദ്യുതി സമരം 1936. സർ CP രാമസ്വാമിക്കെതിരെ നടന്ന സമരം. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ചന്ദ്രിക എന്ന കമ്പനിക്ക് നൽകിയതിനെതിരെ നടന്ന സമരം.